ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മുട്ട വെച്ചിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു 1.5 തവി മൈദമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടകളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ലൂസും ആവരുത്, നല്ല ടൈറ്റും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് ഉണ്ടാവേണ്ടത്. ഇനി വേണ്ടത് 3 മുട്ട പുഴുങ്ങിയതാണ്. അത് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനുള്ളിൽ ആ മഞ്ഞക്കരുണ്ടല്ലോ, അത് ഈ വെള്ളം പൊട്ടി പോവാണ്ട് ഇതുപോലെ എടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ നമുക്ക് ആദ്യം ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1.5 സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് അത് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ലാസ്റ്റ് മല്ലിയിലയും കൂടെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു നുള്ളു ഗരം മസാലയും കൂടി ചേർത്ത് നല്ല രീതിക്കൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇതിൽ മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മുട്ടേൻ്റെ മഞ്ഞക്കരു ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ മുട്ടേൻ്റെ മഞ്ഞക്കറി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ ഉടച്ചിട്ട് ഇതെല്ലാം കൂടെ ഈ ഉള്ളിയിലും ഈ മസാലയിലൊക്കെ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. അപ്പോഴാണ് ഇതിന് കറക്റ്റായിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞുരുളകളാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ ആ വെള്ള ഭാഗം ഉണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കുക. കുറച്ചിങ്ങനെ പൊങ്ങിക്കുന്ന രീതിയിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ആക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മാവ് കൂടി പോയതുകൊണ്ടാണ് പുറത്തേക്ക് പോയത്. അതുകൊണ്ട് വളരെ കുറച്ച് മാവ് ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ഓരോ മുട്ടേൻ്റെ ഇതും എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഒരു റിങ് പോലെ നമുക്ക് മേലെ കിട്ടും കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിന് മേലേക്ക് കുറച്ചും കൂടി ഒന്ന് വളരെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ മുട്ട നമ്മൾ അതിനുള്ളിൽ നിറച്ചില്ലേ അതിൻ്റെ മേലെ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെക്കാം. എന്നിട്ട് അതിനുശേഷം തുറന്നിട്ട് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.